അങ്കമാലിക്കും ആലുവയ്ക്കും ഇടയിൽ വന്ദേ ഭാരത് ട്രെയിന് കല്ലേറ് എന്നൊരു വാർത്ത വരുന്നു. ഇന്നലെ രാത്രിയുണ്ടായ കല്ലേറിൽ ഗ്ലാസിന് കേടുപാട് സംഭവിച്ചു. റെയിൽവേ പോലീസ് അന്വേഷണം തുടങ്ങി. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇങ്ങനെ കുറേ സാമൂഹിക വിരുദ്ധരുണ്ട് കേട്ടു. വെറുതെ നിൽക്കുന്ന സമയത്ത് ഒന്ന് അവർ കല്ലെടുത്ത് എറിഞ്ഞേക്കാം. ഇത് കല്ലെടുത്ത് എറിയുവിന് നഷ്ടപ്പെടുന്ന ഒന്നുമില്ലല്ലോ. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ നഷ്ടം, രണ്ട് അതങ്ങാനും പൊട്ടി അകത്ത് വീണാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട്, ഏത് സാമൂഹ്യ വിരുദ്ധരാണ്? എന്തെങ്കിലും സൂചനയുണ്ടോ ആദിൽ പാലോട്? എപ്പോഴായിരുന്നു സംഭവം? പരിക്കുന്നു ആർക്കും പറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ആർക്കും പരിക്കൊന്നും പറ്റിയതായി വിവരമില്ല അരുൺകുമാർ. ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ചുള്ള കോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അങ്കമാലി പോലീസ് ഇത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അങ്കമാലിക്കും ആലുവയ്ക്കും ഇടയിൽ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിക്കുകയായിരുന്നു. ഏതായാലും റെയിൽവേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വന്ദേ ഭാരത് നമുക്കറിയാം, AC കമ്പാർട്ട്മെന്റുകളുള്ള ട്രെയിനാണെന്നറിയാം. അതിൻ്റെ ഗ്ലാസിന് ചില ചെറിയ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളതാണ്. പല ഭാഗത്തും ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ ഓടുന്ന ട്രെയിനിലേക്ക് കല്ലെറിയുന്നത് പതിവാണ്. പല സമയത്തും അങ്ങനെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടാവാറുണ്ട്. ഇന്നലെയാണ് അങ്കമാലിക്കും ആലുവയ്ക്കും ഇടയിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി പോലീസും റെയിൽവേ പോലീസും സ്ഥിരീകരിക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനിലേക്കാണ് കല്ലെറിഞ്ഞത്. ട്രെയിനിന് ചെറിയ കേടുപാടുകൾ ഉണ്ട് എന്നാണ് സ്ഥിരീകരിക്കുന്ന വിവരം അരുൺകുമാർ. ഓക്കെ, താങ്ക് യു ആദിൽ പാലോട്. അത്യന്തം അപകടകരമായ ഒരു പരിപാടിയാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ റെയിൽവേ പോകുന്നത് ഈ ഗ്രാമങ്ങളിലൂടെയാണല്ലോ. അവിടെ പതുങ്ങിയിരുന്നൊരു കല്ലെറി കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുള്ള മനുഷ്യരാണ്. അവരെ സൂക്ഷിക്കുക എന്നതേ പറയാനുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് അങ്ങനെയുള്ള മനുഷ്യരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ തൊട്ടടുത്തുള്ള പോലീസ് ക്ഷേപ്പിക്കുക. ഈ ചങ്ങാതിമാരെ ഒന്നും വെറുതെ വിടാൻ പറ്റില്ല. കല്ലെടുത്തെറിയുക വന്ദേ ഭാരതിൽ എന്തിനാണോ എന്തോ.